أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه എവിടെയാ قل ألم تر إلى الذين بدلوا نعمة الله كفرا അവർ പകരമാക്കി അല്ലാഹുവിന്റെ നിഅമത്തിനെ നിഅമത്തിന് പകരമാക്കി കുഫറിനെ ഹും കുഫാർ ഖുറൈശാൻ. അത് ആയത്തിറങ്ങിയത് ഖാസാണെങ്കിലും അതിന്റെ അഹ്കാമുകൾക്ക് വ്യാപകമാണ്. വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ, അവരിറക്കുകയും ചെയ്തു അവരുടെ ജനതയെ നശീകരണത്തിന്റെ ഭവനത്തിൽ, അതായത് ജഹന്നമത്തുബയാൻ അതിൽ അവർ പ്രവേശിക്കും. ബിഅ്സൽ ഖറാർ, ആ മഖർ എത്രയോ മോശമായി. വജഅലൂ ലില്ലാഹി, അല്ലാഹുവിനെ അവരാക്കുകയും ചെയ്തു അന്താദൻ ശുറക്കാ, ലിയുദില്ലു അവർ തന്നെ വഴി പിഴയ്ക്കാൻ, അല്ലെങ്കിൽ ലിയുദില്ലു അവർ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട്, അൻ സബീലി അല്ലാഹുവിന്റെ മാർഗത്തിനെയും വിട്ട് ദീനുൽ ഇസ്ലാം. ഖുൽ നബിയെ തങ്ങൾ പറയണം, അങ്ങനെയൊക്കെ ചെയ്താൽ അവരെ മരിപ്പിച്ചൂടെ ചോദിക്കും. ആകപ്പാട് അല്ലാഹു തആല ദീർഘായുസ്സ് കാണുന്നത്, ദീർഘായുസ്സിന്റെ മാനദണ്ഡം കാണുന്നത് നാട്ടിൽ വെത്തിനാക്കലാണ്. ഖുൽ തമത്തൗ, സൂചിച്ചോടാ, സൂചിച്ചോ ബിദുനിയാകും ഖലീലൻ ഫഇന്ന മസീറക്കും, നിങ്ങളുടെ എല്ലാവരുടെയും ബസീർ ഇലന്നാർ, നരകത്തിലേക്കാണ്. ഖുൽ നബിയെ തങ്ങൾ പറയണം, ലിഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാ, ഖുൽ നബിയെ തങ്ങൾ പറയണം, ലിഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാ വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ വലാ ഖിലാലുൻ. അങ്ങനത്തെ ഒരു കൂട്ടരോട് തങ്ങൾ പറയണം. അങ്ങനെ പറയുമ്പോൾ അവർ നിസ്കരിക്കും, അവർ ചെലവഴിക്കുകയും ചെയ്യും. മനസ്സിലായ? ഇന്ന് ഖുൽ നബിയെ തങ്ങൾ പറയണം, എന്തു ആരോട് പറയണം? ഇബാദി, എന്റെ ദാസന്മാരോട് പറയണം. എന്തു പറയണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് പറയണം? നിസ്കരിക്കാൻ പറയണം, നോമ്പ് പിടിക്കാൻ പറയണം, സക്കാത്ത് കൊടുക്കാൻ പറയണം. അങ്ങനെ പറയുമ്പം യുഖീമുസ്സലാ, അവർ നിസ്കാരത്തെ തന്നെ നിലനിർത്തും എന്ന്. അതാ ജവാബ്. ജവാബായതുകൊണ്ടാണ് യുഖീമൂന, അല്ല യുഖീമൂന എന്ന് പറയണല്ലോ. അല്ലദീനയുടെ സിലയാണ്, അല്ലദീനയ്ക്ക് സിവത്താണെങ്കിലേ യുഖീമൂന എന്ന് പറയണായിരുന്നു. അവ കുല്ലിന്റെ മഫൂല് കളഞ്ഞിരിക്കുകയാണ്. സിയാക്ക് അറിയിച്ചു തന്നു ഇന്നത് കളയണമെന്ന്, ഇന്ന് കളഞ്ഞിട്ടുണ്ട് എന്ന്. അഖീമുസ്സല എന്ന് പറയണം, അൻഫിഖുൽ മാല എന്ന് പറയണം, അൻഫിഖു മിമ്മാ റസഖ്നാകും എന്ന് പറയണം. ഖുൽ തങ്ങൾ പറയണം, ലീബാദി, എന്റെ ദാസന്മാരോട് തങ്ങൾ പറയണം. ഖുൽ നബിയെ തങ്ങൾ പറയണം, യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് പറഞ്ഞോളാം. അവിടെ യാ ഇബാദി കൊണ്ട് ഉദ്ദേശിച്ചാൽ എന്നെ റസൂൽ തന്നെയാണ്. ഇവിടെ അങ്ങനെ പറയാം. ഖുൽ നബിയെ തങ്ങൾ പറയാം, ലീ ഇബാദി, എന്റെ ദാസന്മാരോട് നിസ്കരിക്കാൻ പറയാം. മറ്റേ തങ്ങല്ല, ഖുൽ തങ്ങൾ പറഞ്ഞു യാ ഇബാദി എന്ന് പറഞ്ഞു. റസൂൽ തന്നെ അടിമകളെന്ന് അതിന്റെ വേന അല്ല. എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന എന്നെ തൊട്ട് നിങ്ങൾ ആരും നിരാശരാകണേ, തങ്ങൾ തങ്ങളുടെ ദാസന്മാരോട് പറഞ്ഞോളി. അതിനിപ്പെന്താ തകരാറുണ്ടാ? എന്താ പറയാൻ നിങ്ങൾ മിണ്ടാട്ടിരിക്കുന്ന?
നബിയെ തങ്ങൾ പറയണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് തങ്ങൾ പറയണം. അഊദു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ കാവല് ചോദിക്കുന്നില്ലേ? തങ്ങൾ പറയണം. പറഞ്ഞോ, അഊദു ബിറബ്ബിൽ ഫലഖ് തങ്ങൾ പറഞ്ഞാൽ തങ്ങൾ പറയും. സേവകരോ? അത് തന്നെ ആയിക്കോട്ടെ. എങ്ങനെയാലും അബ്ദ് എന്ന് പറയാം, അബ്ദുൻ നബി, അന അബ്ദുൻ നബി എന്ന് പറയാൻ പറ്റില്ല ചോദ്യം. അതാ നമ്മളെ ചർച്ചാ വിഷയം. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീർ. അത് പറയാൻ പറ്റുമോ പറ്റില്ല എന്ന് ചോദിക്കുന്നത്. പറയാൻ പറ്റുമെന്ന കുറെ ശരി പറഞ്ഞത്. അലവിന് ഇതാണ് പറയുന്നത്. കുല്ലബിയെ തങ്ങൾ പറയണം, കുല്ലങ്ങൾ പറയണം. എന്ത് പറയണം? ലീ ബാദി, എന്റെ ദാസന്മാർ തങ്ങൾ പറയണം. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് എന്ന് പറയണം. എന്താ അങ്ങനെ പറയണമായിരുന്നു അല്ലാഹു തആലയ്ക്ക്. അപ്പൊ കുല്ലബിയെ തങ്ങൾ പറയണം, യാ ഇബാദി, എന്റെ ദാസന്മാരെ തങ്ങൾ വിളിച്ചു. ഒരു കുഴപ്പമില്ല, തങ്ങൾ സയ്യിദല്ലേ, ബാക്കിയുള്ള ദാസന്മാരായിക്കോട്ടെ, അനുബന്ധം. അനസയ്യിദ് വുൽദി ആദം എന്ന് പറയുമ്പോ ഇനി ബാക്കിയുള്ള അമ്പിയാക്കന്മാരും റസൂലുള്ളാഹിന്റെ ദാസന്മാരാ. നമ്മൾ അതുകൊണ്ട് പറയും വേണമെങ്കിൽ. അനസയ്യിദ് വുൽദി ആദം എന്നതിനകത്ത് എല്ലാവരും പെട്ടില്ലേ? ആദമും ഒമൻ താഴ്ത്തി. അനസയ്യിദ് വുൽദി, അപ്പൊ ആദം പെട്ടില്ല എന്ന് പറയണ്ട. ആദമും ഒമൻ താഴ്ത്തി, ആദമും ബായതവും താഴ്ത്തലിവായി എന്ന് അല്ലാഹു തആല റസൂലിനോട് പറയാണ്. സയ്യിദ് വുൽദി ആദം തന്നെ വന്നോളൂ, ഉൽദിന്റെ സൈദിനെ വന്നോളൂ, ആദമിന്റെ സൈദിന് വന്നില്ലല്ലോ എന്ന്. അപ്പൊ ആദമും അമ്മമാഹു തെളിവായി. അത് വേഗം അതിന് മറുപടി കൂടെ പറഞ്ഞു കളഞ്ഞു. ആദമും അമ്മമാഹു തെളിവായി. അപ്പൊ എല്ലാം എന്റെ ദാസന്മാരാണ്. റസൂലുള്ളാഹിന്റെ ദാസന്മാർ തന്നെ. എന്താ അനുബന്ധപ്പോ കുഴപ്പം? അങ്ങനെ പറയാൻ ഈമാനങ്ങ് തെറിച്ചു പോകുന്ന തുമ്മിയാ തെറിക്കുന്ന മൂക്കുന്ന തുമ്മിയാ തെറിച്ചു പോകുന്ന മൂക്കാ നമുക്കുള്ളത്. ഇല്ലില്ല. അല്ലെ പിന്നെ ഇങ്ങനെ പറയാതെ ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞോണ്ടോ ഇല്ലേ? എന്നാ പിന്നെ ഇങ്ങനെ അവിടെ പറയാനെന്താ? പുല്ലിബാദി, എന്റെ ദാസന്മാരോട് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ നിസ്കരിക്കാൻ പറയും. എങ്ങനത്തെ ദാസന്മാരാകണം? അല്ലദീന ആമനു ആകണം. യുഖീം, എന്നാൽ അവർ നിസ്കരിച്ചോണ്ടും കുഴപ്പമില്ല. യുഖീമുസ്സലാ വയുൻഫിഖു എന്നും പറയണം. എന്നാൽ അവർ ഇൻഫാഖും ചെയ്യും. മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയത്തൻ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാവരും ചെയ്യും. എന്തിനു മുമ്പായിട്ട് അവർ ചെയ്യും? മിൻ ഖബലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പായിട്ട്. എങ്ങനത്തെ ദിവസം? ലാ ബൈഉൻ വലാ ഖിലാലുൻ, ആ ദിവസത്തിൽ കച്ചവടവുമില്ല. വലാ ഖിലാലുൻ, അവിടെ ചങ്ങാത്തവുമില്ല. എന്താ ബൈഉൻ ഫിദാഉൻ ഫീഹി അടുത്ത മേന, അവിടെ പ്രായശ്ചിത്തം കൊടുക്കലില്ല. അതേ പ്രകാരം തന്നെ വലാ ഖിലാലുൻ ഐ മുഖാലത്തുൻ, അതാ മുഖാലത്തുൻ ഖലീലാകലുമില്ല. സ്വദാഖത്തുൻ തൻഫഉ, ഏതാണത്? യൗമുൽ ഖിയാമയാണ്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, അല്ലാഹു ഒരുവനാണ്, അവൻ പടച്ചവനാണ് ആകാശങ്ങളെ, ഭൂമികളെ പടച്ചവനാണ്, ഭൂമിയെയും പടച്ചവനാണ്. വഅൻസല മിനസ് സമാ, അല്ലാഹു ഇറക്കിയിരിക്കുകയാണ് വാനലോകത്ത് നിന്നും മാൻ വെള്ളത്തിനെ. ഫഅഖറജ ബി, അതുകൊണ്ട് അല്ലാഹു പുറപ്പെടുവിച്ചു മിനസ് സമറാത്തിൽ നിന്നും റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷണങ്ങളെ അത് കാരണമായി പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല. വസഖറ ലക്കുമുൽ ഫുൽക, വലിയ വലിയ കപ്പലുകൾ നിങ്ങൾക്ക് അവൻ വെളിപ്പെടുത്തി തന്നു. സുബ്ന ലതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി, ആ കപ്പലുകൾ നടക്കട്ടെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം, വാഹനങ്ങളും വാഹനക്കാരെയും കൊണ്ട് നടക്കട്ടെ. വസഖറ ലക്കുമുൽ അൻഹാർ, നദികളെ അല്ലാഹു നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ, അത് രണ്ടും തന്നെ ദായിബൈനി, അത് അതിന്റെ പ്രവണപഥത്തിൽ നടക്കുന്നതായ നിലയിൽ ഫീ ഫുൽകിഹിമാ എന്ന്. ലാ യഫ്തുറാനി, അത് രണ്ടും ഒരു കാലത്തിലും തളരുന്നതല്ല. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ,
രാവും പകലും നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നു. എന്തിനാണ്? രാവിലെ തസ്കുനൂബി, അതിൽ നിങ്ങൾ രാപ്പാർക്കാൻ വേണ്ടിയിട്ടാണ്. വന്നഹാറ, പകലിനെ എന്തിനാണ്? തബ്തഗൂബി മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യത്തിൽ നിങ്ങൾ തേടാൻ വേണ്ടിയിട്ടാണ്. വഅതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തരുന്നു. അതാക്കും കുല്ലമാസാലത്തുമല്ല, മിൻകുല്ലി മാസാലത്തും. പിന്നെ തബീതല്ലേ വരില്ല. അത് അല്ലാഹുവിനെ അറിയാം എന്തൊക്കെ തരണോ അത് തരുന്നൊക്കെ. എന്നാലും ചോദിച്ചതിനെ റദ്ദ് ചെയ്യുന്ന പടച്ചവനല്ല, അവൻ കാരുണ്യവാനാണ്. നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിന്റെ കണക്കനുസരിച്ച് ഒരു വക നമുക്ക് അവൻ തന്നൂടാ. മനസ്സിലായോ? നിങ്ങളുടെ നന്മകളുടെ കണക്കനുസരിച്ചേ തരികയുള്ളൂ. എന്താ ഒന്നോക്കെ തന്നാ നിങ്ങളോട് കുഴപ്പമൊക്കെ അടിച്ചളയും. എത്ര തന്നാലും അല്ലാഹുവിന്റെ നിയമത്തിനെ എങ്ങാണം എണ്ണി ക്ലിപ്തപ്പെടുത്താൻ നോക്കിയാൽ ലാ തുസൂഹ, അതിനെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റുകയില്ല. കാര്യം ഇതൊക്കെയാണെങ്കിലും മിന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. ലാസ്റ്റ് മനുഷ്യന്റെ നമ്മളെ പറ്റി പറയാതല്ല, അക്രമിയാണ് അവൻ, സത്യനിഷേധിയാണ്, നന്ദിയില്ലാത്തവനാണ്. എന്നാലും ഞാൻ കൊടുക്കാൻ മാഷാ അല്ലാഹ്. ലാസ്റ്റ് ഇങ്ങനെയൊക്കെ നമ്മളെ വലിയ തെറിപ്പിക്കേറ്റി കൊണ്ടുവന്നത് ലാസ്റ്റ് നടക്കുന്നത് ഒറ്റ അവസാനത്തിനൊക്കെ ഒതുകൂറി കണക്കായിപ്പോയത്. അത്തയ്യാത്തി കുശുവിട്ടാണ് കൈപ്പോയി. അല്ലാഹ്, ഇതൊക്കെയാണ് നിയമങ്ങൾ. മിനസ്സമറാത്ത് മിൻ അൻവാഇ സമറാത്ത് കുല്ലി ഇബാദി, എന്റെ ദാസന്മാരോട് പറഞ്ഞു. ലാ ഇബാദൽ ഹവാ എന്നതിന്റെ വേന. അവയെ ആരാധിക്കുന്നവരോട് പറയണ്ട, എന്റെ ദാസന്മാരോട് പറയാൻ. അല്ലദീന ആമനു ബിനൂരിൽ ഇനായ ഫഅറഫു ഖദറ നിഅമത്തിൽ നിഅമത ഉലൂഹിയ്യത്തി ഫലം യബദ്ദലുഹാ കുഫ്റാ യുഖീമുസ് സ്വലാഹ وينفقوا مما رزقناهم سرا وعلانية من أحكام العبودية من قبل أن يأتي الله الذي അവിടെ ഒരുപാട് മാനകളൊക്കെ ഉണ്ട്. ഈ തജ്രിയ ആ പുൽക്ക് നടക്കും ബിൽ വഅലി അംരിഹി. قال في شرح حزب البحر, ഹിസ്ബുൽ ബഹറിന്റെ ശറഹില് അതിന്റെ മുസന്നി പറഞ്ഞറിയും. قال عمر بن الخطاب رضي الله عنه لعمرو بن العاص തങ്ങളോട് പറഞ്ഞു, അംർ ബിൻ ആസി സിഫ്ലി അൽ ബഹ്റ, സമുദ്രത്തിനെ പറ്റി ഒന്ന് വിശേഷിപ്പിച്ചാണ്. قال يا أمير المؤمنين مخلوق عظيم يركبه خلق ضعيف دود على عود. ദൂദുൻ അല ഊദ് ഇല്ലേ? എത്ര വലിയ സമുദ്രമായാലും അതിനകത്തോടൊരു ഒരു കമ്പ്, ആ കമ്പിനകത്തൊരു എറുമ്പ് ഇങ്ങനെ ഇഴഞ്ഞു എന്നാണ്. അതാ സമുദ്രം. എന്താ അങ്ങനുണ്ട്? യാ അമീറൽ മുഅ്മിനീൻ മഖ്ലൂഖുൻ അദീം യർക്കബുഹു ഖൽഖുൻ ദഈഫ്, അതിൽ വാഹനം കയറിപ്പോകും. ഖൽഖുൻ ദഈഫ്, അതായത് നമുക്ക് പറഞ്ഞിട്ട് മൂപ്പർക്കും തിരിഞ്ഞില്ല, മൂപ്പരന്നെ ഉമറത്താൻ തിരിഞ്ഞില്ല, ഉമറന്നെ വിശ്വസിക്കണം. ദൂദുൻ അലാ ഊദ്, ഒരു മരക്കഷണത്തിന്റെ മേലൊരു പുഴു, ഒരു എറുമ്പ്, അതങ്ങനെ പോവും. അതിനെ സംരക്ഷിക്കുന്നു അല്ലാഹു. മാഷാ അല്ലാഹ്. എന്താ
وسخر لكم الأنهار أي المياه العظيمة الجارية في الأنهار دائبين سخر لكم الشمس والقمر دائمين متصلين في سيرهما لا ينقطعان إلى يوم القيامة نرتب دأب في عمله كمنع دؤوبا سخر لكم الليل والنهار اختلفوا في الليل والنهار أيهما أفضل نهاراണോ പകലാണോ രാത്രിയാണോ أفضل قال بعضهم قدم الليل على النهار لأن الليلة لخدمة المولى والنهار لخدمة الخلق ومعارج الأنبياء عليهم السلام كانت بالليل ولذا قال الإمام النيسابوري الليل أفضل من النهار يقول الفقير الليل محل السكون ففيه سر الذات وله المرتبة العليا والنهار محل الحركة ففيه سر الصفات وله الفضيلة العظمى وأول مراتب وآخرها السكون كما أشار إليه قوله تعالى في الذي كنت كنزا مخفيا فأحببت أن نعرف فخلقت الخلق فالخلق يقتضي الحركة المعنوية وما كان قبل الحركة والخلق إلا سكون محض وذات بحث ففهم سيد الأيام يوم الجمعة فإذا وافق يوم العرفة يوم الجمعة تضاعف الحج ل70 حجة نلاوين وبهذا ظهر فضل اليوم الجمعة على يوم عرفة وأفضل الليالي ليلة المولد المحمدي صلى الله عليه وسلم أنا لولاه ما نزل القرآن ولا كذا يبرد لولاه ما نزل القرآن ولا نعتت ليلة القدر خير من هذا അത് ഖുർആൻ ശരീഫ് കൊണ്ട് സ്ഥിരപ്പെടുത്തേണ്ടതുണ്ടെന്നല്ല എല്ലാവർക്കും ലാഹിറായ ഒന്നാണ് ലൈലത്തുൽ മൗലിദ് ലൈലത്തുൽ ഖദറിനേക്കാൾ മുതലാണെന്ന് അതിന് പറയണത് അതിന് പ്രത്യേക ഖുർആൻ ആയത്ര കണ്ട ഈ ഖുർആൻ ആയത്തോട് ഇറക്കാൻ ആരാ കാരണക്കാരൻ പിന്നെ ആ ആള് ജനിച്ച ലൈലത്തിന് പതിലില്ല വിരുദ്ധ ആ പതിലിനി പറയണ പ്രത്യേകിച്ച് ആ പറയുന്നത് മോശ എന്റെ അഭിപ്രായത്തില് കലാം വലിയ ബലാഗത്തിനെ അറിയിക്കില്ല അങ്ങനെയാണെങ്കിലത് ഖുർആൻ ബലീഗല്ലേ അതിന്റെ ബലാഗത്തെ ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ അതിനൊക്കെ ബദല് കിട്ടും പറയേണ്ട കാര്യം അതേപോലെ പറയേണ്ട കാര്യം പറഞ്ഞറിയിക്കേണ്ട ഒരു വിഷയമല്ല അതെല്ലാവർക്കും നടന്നു പോകുന്ന എറുമ്പിനെ വിളിച്ചു ചോദിച്ചാൽ എറുമ്പ് പറഞ്ഞാൽ ആ രാത്രി ഏറ്റവും അപകടമെന്ന് എല്ലാവർക്കും സുപരിചിതമായൊരു വിഷയമാണ് അത് പറഞ്ഞൂടാ എന്ത് ഇങ്ങോട്ട് ചോദിക്കണം പിള്ളേരെ ഇങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും നിങ്ങള് വർത്താനൊക്കെ അങ്ങനെ പറയല്ലേ ഇങ്ങോട്ട് ചോദിക്കില്ല അതങ്ങനെ പറയാൻ പാടില്ല എന്റെ അഭിപ്രായത്തിൽ ലൈലത്തുൽ മൗലിദ് ഖൈറുൻ ഇനി ഖൈറും പിന്നെ അൽബിച്ചെന്ന് പറയാൻ പറ്റില്ല അതിന് ഏത് ഖൈറ് കൊടുക്കാനാ ഏത് ഖൈറ് കൊടുക്കും നമ്മൾ പറയും ഇല്ലില്ല അതിനെ തുല്യപ്പെടുത്താനൊന്നില്ല അതിന്റെ ഖൈറിയത്ത് പറയാനില്ല പറഞ്ഞാൽ അല്ലാഹു കൊടുക്കും ഏതിനോട് തുല്യപ്പെടുത്തും മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി എന്തിനോട് പറയാനാ എന്തിനോട് തുല്യപ്പെടുത്താനാ ലാ യഅലമുഹു ഇല്ലല്ലാഹ് അവിടുത്തെ ലൈലത്തും അവിടുത്തെ എല്ലാം ലാസ്റ്റ് പറഞ്ഞില്ലേ ഇന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം അത് പറഞ്ഞാൽ വേറൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല ഖൽഖിന് മനസ്സിലാകുന്ന രീതിയിലല്ലേ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ ഖൽഖിന് മനസ്സിലാകാത്ത രീതിയിൽ എങ്ങനെ വിശ്വസിപ്പിക്കും റസൂലുള്ളാഹിനെ
അത് ഖാലിഖും ആ മഖ്ലൂഖും തമ്മിലുള്ള ബന്ധം അത് അവർക്ക് മാത്രമേ അറിയാം. അതെങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും? പറ്റില്ല. ആഘോഷിച്ച് അതിനൊക്കെ മറുപടി എന്നേ പറഞ്ഞു പോയി. ആഘോഷിച്ചില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതടിസ്ഥാനത്തിൽ നിങ്ങൾ ആഘോഷിച്ചില്ല എന്ന് പറയുന്നു? നിങ്ങൾക്ക് റിവായത്ത് കിട്ടിയിട്ടില്ല, അത്രയല്ലേ ഉള്ളൂ. എന്നാ റിവായത്ത് എത്രണ്ണുണ്ട്? അവിടെ അവിടെ ഉണ്ട്, ഇതിനകത്തേക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ എഴുതി വെച്ചേക്കി. അത് ഞാൻ പണ്ടേ പറയുന്നതാ. പക്ഷെ ഇത് പിന്നെ ഇപ്പൊ കണ്ടല്ലോ. വഅഫ്ളലുൽ ലയാലി ലൈലത്തുൽ മൗലിദിൽ മുഹമ്മദി കാരണം ലൗലാഹു മാ നുസില ഖുർആൻ. അതാ വിഷയം. തങ്ങളില്ലെങ്കിലുള്ള ഖുർആൻ ഇറങ്ങോ? ഇല്ല. ഇനിയെങ്കിലും വിശ്വസിച്ചൂടെ? നിങ്ങളെന്റെ വാക്ക് വിശ്വസിക്കണ്ട. ഇപ്പൊ ഒരു വെള്ള പേപ്പറിൽ കറുത്ത അക്ഷരത്തിൽ ഇടത്തുനിന്ന് വലത്തോട്ട് തന്നെ എഴുതിയേക്കുന്നത്. ഇതിനകത്ത് വലത്തുനിന്ന് ഇടത്തോട്ടും അല്ല. അവിടെയാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം നല്ലോണം. വലാ നുഇത്തത്ത് ലൈലത്തുൽ ഖദ്ർ വഹുവ അൽ അസ്ഹഹ്. അത് തന്നെയാണ് അൽ അസ്ഹഹ്. അൽ അസ്ഹഹ് എന്ന് പറഞ്ഞാൽ തന്നെ അൽഫല. പിന്നെ ഇനിയിപ്പം അതിനൊക്കെ അല്ലപ്പതൽ പറഞ്ഞ പിന്നെ അതിനപ്പുറമൊന്നും ഇല്ലല്ലോ. എന്താണ് സഹാബത്ത് സഹാബത്തിന്റെ അതിന് എല്ലാ ചരിത്രവും നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആര് പറഞ്ഞു? കുരിശുദ്ധത്തിൽ എത്രയോ കിതാബുകൾ നഷ്ടപ്പെട്ടു പോയി. അതിലൊക്കെ എത്രയാണ് ഇൽമുകളുണ്ട്. നിങ്ങളതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഇതിന്റെ വിഷയം. ഈ അള്ളാഹുവിന്റെ നിയമത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമത്തിന് റസൂലാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു ഈ നിയമത്തിന് നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാൽ ലാ തുസ്വഹ. പിന്നെങ്ങനെ ചെയ്യും? ജന്മദിനം പറയണ്ടെന്ന്. അത് പറയാൻ പറ്റില്ല. അതല്ലേ ലാ തുസ്വഹ എന്ന് പറഞ്ഞത്. അത് ഓരോരുത്തരിലേക്കല്ലേ. അതിപ്പോ ബിയ്യാലായ റബ്ബിക്കും എത്ര അതിന്റെ ആവർത്തനം എന്താ മലയിലുണ്ടാക്കുന്നതല്ലല്ലോ അത് ഖുർആൻ ശരീഫാകുമ്പോ. ബാബ ഇവിടെ അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലാ തുസ്വായി ലാ തുതീഖു ഹസ്റഹാ വഅദ്ദഹാ വലൗ ഇജ്മാലൻ ലികതറതിഹാ വാദിമി നിഹായതിഹാ وفيه دليل أن المفرد يفيد الاستغراق بالإضافة فإن تعدوا نعمة الله. അവിടെ ഇതെല്ലാം എനിക്ക് അനുകൂലമായിട്ട് വരുന്നത്. ഞാൻ പറയുന്നതിന് തഈദായിട്ട് ഇതെല്ലാം വരുന്നത്. നിങ്ങളുടെ കറാമത്തെ തട്ടിയാലും വേണ്ടിയില്ല, അല്ലാതെ വേണ്ടിയില്ല. وفيه دليل على أن المفرد يفيد الاستغراق بالإضافة. പിന്നെ ഇനി വന്യമല ഖിസ്മൈനി നിഅമത്തുൽ മനാഫി ഒന്ന് بصحة البدن والأمن والعافية والتلذذ بالمطاعم والمباح والمشارب والملابس والمناكح والأموال والأولاد ونعمة دفع المضار من الأمراض والشدائد والفخر والبلاء وأجل النعم استواء الخلقة وإلهام المعرفة. روية إن الإنسان لظلوم كفار روي أنه شكا بعض الفقراء. ചില ആൾക്കാർക്ക് ശിക്കായത്ത് ചെയ്തു ഇല വാഹിദ് മിന സലഫ്. വലിയൊരു ആലിമിന്റെ അടുക്ക് പോയി ഞാൻ വലിയ ദരിദ്രനാണ്, അങ്ങനെയാണ് ഇങ്ങനെ.
إلى واحد من السلف فقره وأظهر شدة اهتمامه به فقال أيسرك أنك أعمى ولك 10,000 ദിർഹം നിനക്ക് ഞാൻ 10,000 ദിർഹം തരാം. കണ്ണ് കുരുടാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ കണ്ണ് ഞാൻ എടുത്ത 15 രൂപ. ശിദ്ദത്തുൽ ഫഖറിന് പോയി അവലാതി പറഞ്ഞവനോട് അവനെ അല്ലാഹു തആലാന്റെ നിയമത്ത് പറഞ്ഞു കൊടുക്കുക. അവന് കൊടുത്ത നിയമത്തിനെ പറ്റി അവനെ കൊണ്ട് വിലയിടിക്കുക. മോനെ എന്റെ കണ്ണ് ഞാനിഞ്ഞെടുത്തോട്ടെ, ഒരു 10,000 ദീനാറങ്ങ് തന്നേക്കാം. فقال أقطع اليدين والرجلين ولك 20,000 ദിർഹം. 20,000 ദിർഹം വന്നേക്കാം, കൈയും കാലിഞ്ഞ് മുറിച്ചോട്ടെ. ഇപ്പൊ എത്രയായി? فقال يسرك جعل الله أنك مجنون ولك 10,000. 10,000 നിനക്ക് തരട്ടെ അല്ലാഹു, നിന്നെ ഭ്രാന്തനായിക്കോട്ടെ. അത് സന്തോഷാണോ? കാലാമാത്തസ്തഹി, നാണയില്ലേ? ഇത്രത്തോളം വില ഇനി നിനക്ക് ഇനിയിപ്പോ ഓരോന്നിന്റെ കിഡ്നിയുടെ വിലയാണ് നോക്കിയാലോ, കിഡ്നിയുടെയും കാതിന്റെയും വിലയും കൊണ്ട് നോക്കിയാലോ, ഇത്ര വലിയ സമ്പന്നൻ ഈ ലോകത്ത് കാണുമോ? നാണമില്ലേ മോനെ? ഫഖർ പറഞ്ഞുകൊണ്ട് വരാൻ. ഫഖാലാമാ തസ്തഹി ഇന്നക തസ്കു മൗലാക് വഇൻദക അറൂദും ബി40,000 ദീനാർ. കണ്ടാ? الله. ودخل ابن السماك على بعض الخلفاء ففي يده كوز ماء. ابن السماك ഞാൻ സിയാറത്ത് ചെയ്തതാണ്. അവരുടെ കയ്യിലുണ്ട് ഒരു പാത്രം വെള്ളം. വഹുവ യശ്റബുഹു. فقال ഈ ഖലീഫ പറഞ്ഞു ഇഴ്നി. فقال لو لم تعط هذه الشربة إلا ببذل جميع أموالك وإلا بقيت عطشان فهل كنت تعطيه. ഞാൻ ഈ വെള്ളം നിനക്ക് നൽകപ്പെടുന്നില്ല, നീ ദാഹിച്ചവനായ നിലയിൽ ബാക്കിയാകാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? ഫഹൽ കുന്ത തുഴ്ത്തി, നിനക്ക് കിട്ടിയ മുതലെല്ലാം നീ കൊടുക്കുമോ? കാരണം ഫലൗലം തുഴ്ത്ത ഇല്ലാ ബിമിൽകിക കുല്ലിഹി ഫഹൽ കുന്ത തത്റുക്കുഹു. ഈ ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് ഞാൻ തരാം, നീ പരദാഹിയാണ്, നിന്റെ അധികാരം മുഴുക്കയും നീ എനിക്ക് തരാമോ? അല്ലെങ്കിൽ നീ ദാഹിച്ചു മരിച്ചു കൊടുക്കാതിരിക്കോ? അപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വിലയേ ഉള്ളൂ എന്റെ ഈ അധികാരമൊക്കെ. വഴതായില്ലയോ? വഴതായില്ലേ? ഒരു വലിയ 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 രാജാവാണെന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ട. ലാ യുസാവി ശുർബത്തമായി, ഒരിറക്ക് വെള്ളത്തിനോട് കിടപിടിക്കുകയില്ല നിന്റെ ഈ കാണുന്ന മിൽക്കും അധികാരവും എല്ലാം. പിന്നെ എന്തിനാ നീ സന്തോഷിക്കുന്നേ? നല്ല ദാഹിക്കുന്ന സന്ദർഭത്തിൽ ഒരിറക്ക് വെള്ളം ഒരു ദാസന്റെ മേൽ അള്ളാഹു കൊടുക്കുന്ന നിഅമത്ത് അഅ്ളമു മിൻ മിൽക്കിൽ അർളി കുല്ലിഹാ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ബൽ കുല്ലു നഫ്സിൻ ലാ യസ്തവി ബിമിൽക്കിൽ അർള് വലൗ ഹുബിസ ഫീ ബൈത്തി ഹമ്മാമിൻ ഫീഹി ഹവാഉൻ ഹാറുൻ ഔ ഫീ ബീരിൻ ഫീഹി ഹവാഉൻ സഖീലുൻ ബിറുതൂബത്തിൽ മാ തഗമ്മൻ ففي كل ذرة من بدنه نعم لا تحصى.
ഈ ഇരിക്കുന്ന ഇരുത്തത് കൊണ്ട് അവിടെ പിടിച്ച് കൂട്ടിയിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج من الثمرات وسخر لكم الفلك لتجري في البحر بأمر الحق لا بأمر الهوى والطبع لأن استعمال فلك الشريعة إذا كان بأمر الهوى والطبع سريعا ينكسر ويغرق. അതിലേക്കുള്ള സൂചനകളാണത്. ഇനി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്ര നല്ല രസത്തിൽ വരും. ഇത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അദീം.